Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. സൂറത്ത് തൗബയിലെ 52-ാമത്തെ വചനമാണ് ഇൻഷാഅല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. قل هل تربصون بنا إلا إحدى الحسنيين ونحن نتربص بكم أن يصيبكم الله بعذاب من عنده أو بأيدينا فتربصوا إنا معكم متربصين. കുൽ നബിയെ അങ്ങ് ചോദിച്ചു നോക്കുക, ഹൽ തറബ്ബസൂന ബിന, നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ കാത്തിരിക്കുകയാണോ, പ്രതീക്ഷിക്കുകയാണോ? ഇല്ലാ ഇഹ്ദൽ ഹുസ്നയൈനി, രണ്ടാലൊരു നന്മയല്ലാതെ. വനഹ്നു, ഞങ്ങൾ, നതറബ്ബസു ബിക്കും, നിങ്ങളുടെ കാര്യത്തിൽ കാത്തിരിക്കുന്നു, അൻ യുസീബക്കുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ ഏൽപ്പിക്കുമെന്ന്, അല്ലാഹു നിങ്ങളെ ബാധിപ്പിക്കുമെന്ന്, ബിഅദാബി മിൻ ഇൻദി, അവൻ്റെ അടുത്തു നിന്നുള്ള ശിക്ഷ, ഔ ബി ഐദീന, അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകളെ കൊണ്ട്. ഫതറബ്ബസൂ, ആയതിനാൽ നിങ്ങൾ കാത്തിരിക്കുക, ഇന്നാ മഅക്കും മുതറബ്ബിസൂ, ഞങ്ങളും നിങ്ങളുടെ കൂടെ കാത്തിരിക്കുന്നവരാകുന്നു. എന്നോട് അർത്ഥം പറയും. കുൽ നബിയെ അങ്ങ് ചോദിക്കുക, ഹൽ തറബ്ബസൂന ബിന, നിങ്ങൾ എന്താണ് ഞങ്ങളുടെ കാര്യത്തിൽ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ളത് എന്താണ്? ഇല്ലാ ഇഹ്ദൽ ഹുസ്നയൈനി, ഹുസ്ന എന്നുള്ളൊരു ദ്വിവചനമാണ് ഹുസ്നയൈൻ, രണ്ട് നന്മകൾ, രണ്ട് ഗുണങ്ങൾ, രണ്ട് മെച്ചങ്ങൾ. അതല്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ളത്? വനഹ്നു, ഞങ്ങൾ, നതറബ്ബസു ബിക്കും, നിങ്ങളുടെ കാര്യത്തിൽ കാത്തിരിക്കുന്നു, അൻ യുസീബക്കുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ ഏൽപ്പിക്കുമെന്ന്, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ ബാധിപ്പിക്കുമെന്ന്, ബിഅദാബി മിൻ ഇൻദി, അവൻ്റെ പക്കൽ നിന്നുള്ള വല്ല ശിക്ഷയും, ഔ ബി ഐദീന, അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകളിലൂടെ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും എന്നതാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്, കാത്തിരിക്കുന്നത്. ഫതറബ്ബസു, കാത്തിരുന്നു കൊള്ളുക, ഇന്നാ മഅക്കും മുതറബ്ബിസു, ഞങ്ങളും നിങ്ങളുടെ കൂടെ കാത്തിരിക്കുന്നവരാകുന്നു. നമുക്കറിയാം, ഇത് തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാതെ അലസത കാണിച്ചവരെ സംബന്ധിച്ചുള്ള വിലയിരുത്തലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അള്ളാഹു തീരുമാനിച്ചതല്ലാതെ നടക്കൂല, ഞങ്ങൾ അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ കുറച്ച് ആളുകൾ വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ച് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും തീരുമാനിച്ച ഒരു കാര്യം നടക്കാതിരിക്കില്ല. റോമയിലേക്കുള്ള സൈനിക നീക്കം അതെന്തായാലും നടന്നിരിക്കും. കാരണം ഞങ്ങൾ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവനെ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനാണ് ഞങ്ങളുടെ രക്ഷകൻ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. ആയതിനാൽ അവൻ തീരുമാനിച്ചതല്ലാതെ നടക്കുകയില്ല എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി അവരോടുള്ള ഒരു ചോദ്യമാണ്, എന്താ നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്? എന്താണ് നിങ്ങളുടെ നിലപാട് ആ വിഷയത്തിൽ? രണ്ടാലൊരു കാര്യമല്ലേ സംഭവിക്കുക, രണ്ടാലൊരു നന്മ, അതാണ് ഞങ്ങൾക്കുള്ളത്. ഒന്നുകിൽ ഞങ്ങൾ യുദ്ധത്തിന് പോയി റോമക്കാരെ പരാജയപ്പെടുത്തും, അപ്പോൾ ഞങ്ങൾക്ക് യുദ്ധവിജയം, അതൊരു നന്മയാണ്. അതിലൂടെ ഭൗതികമായ നേട്ടങ്ങളുണ്ടാകും.
പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ഇസ്ലാമിനോട് എതിര് പുലർത്തുന്ന, ഇസ്ലാമിനെ തകർക്കാൻ നോക്കുന്നവർക്കൊക്കെ അതൊരു പാഠമാകും. പെട്ടെന്ന് ഏറ്റുമുട്ടാൻ പറ്റിയ ഒരു സംഘമല്ല മുഹമ്മദും അനുയായികളും എന്നവരൊക്കെ വിലയിരുത്തും. റോമ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി 700ഓളം കിലോമീറ്റർ അകലെ. അവിടേക്ക് 700ഓളം കിലോമീറ്റർ അകലേക്ക് ഇവിടെ നിന്ന് ഒരു സൈന്യം നയിച്ചു പോകണം ഈ അന്നത്തെ കാലത്ത്. അതൊരു വല്ലാത്ത ത്യാഗമാണ്, അതൊരു വല്ലാത്ത സാഹസമാണ്. അതിനൊരുങ്ങുക എന്ന് പറയുന്നത് അത്രയും മനക്കരുത്തുള്ള ആവശ്യമാണ്. അപ്പോൾ ഇവർ അതിനൊരുങ്ങി പുറപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശരീരങ്ങളെയും സമ്പത്തിനെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ ഒരുങ്ങിയവരാണ്. ഒരു വെപ്രാളം ബേജാറൊന്നുമില്ല. പിന്നെ എന്താ സംഭവിക്കാതെ പോയി യുദ്ധം നടന്നു നോക്കുക, ഒന്നുകിൽ ഞങ്ങൾ തോൽക്കും. അപ്പോൾ ശത്രുക്കൾ ജയിക്കും. ഞങ്ങൾ തോറ്റാലും ഞങ്ങൾക്ക് നഷ്ടമില്ല. ഞങ്ങൾ ഈ ദുനിയാവിലെ ജീവിത സൗകര്യം ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ടതല്ല ഈ ദീനിൻ്റെ മാർഗത്തിൽ. ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്, അത് മരണാനന്തരമുള്ള ജീവിതമാണ്. അതാണ് യഥാർത്ഥ ജീവിതം. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്, വളരെ തുച്ഛമാണ്. അത് യഥാർത്ഥ ജീവിതമേ അല്ല. അതിനു വേണ്ടി അല്ല അള്ളാഹ് നമ്മളെ പടച്ചിരിക്കുന്നത്. നമ്മളെ പടച്ചിരിക്കുന്നത് മരണാനന്തര ജീവിതം. അത് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ നിലപാട് ദുനിയാവിൽ സ്വീകരിച്ചുകൊള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് മരണാനന്തര ജീവിതം സുഖപ്രദമാക്കാം. അല്ലെങ്കിൽ കാലാകാലം ദുരന്തമായിരിക്കും, ദുഃഖമായിരിക്കും. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്കൊരു പേടിയില്ല. പരലോകം ഞങ്ങൾക്കുള്ളതാണ്. ഇനി ജയിച്ചാലോ അങ്ങനെ തന്നെ. ദുനിയാവും കിട്ടിയെന്ന് മാത്രം, ദുനിയാവിലെ വിജയവും കിട്ടി. അപ്പം ഇത് രണ്ടും അല്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് കാത്തിരിക്കുന്നത് നിങ്ങൾ എന്ന് വിശ്വാസികൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ വിശ്വാസികളല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിശ്വാസികളെ സംബന്ധിച്ചുള്ള നിലപാട് ശരിയല്ല എന്നവരെ ഉണർത്തുകയാണ്. ഒരു സാഹസത്തിന് മുതിരല്ല ഇത്, അപകടത്തിലേക്ക് ചെന്ന് ചാടല്ല ഇത്. അള്ളാഹുവിൻ്റെ ദീനിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ അങ്ങോട്ട് ചെന്ന് നേരിടണം. അതിനുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് കുൽ നബി അങ്ങ് ചോദിക്കുക, ഹൽ തറബ്ബസൂന ബിന, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ പ്രതീക്ഷിക്കാനുള്ളത്? തറബ്ബസ, കാത്തിരിക്കുക, പ്രതീക്ഷിക്കുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ബിന, ഞങ്ങളുടെ വിഷയത്തിൽ ഇല്ല. ഇഹ്ദൽ ഹുസ്നയൈൻ, രണ്ടാലൊരു നന്മ. ഒന്നുകിൽ ദുനിയാവിലെ വിജയം, ഇനി അഥവാ ദുനിയാവിൽ പരാജയമാണെങ്കിൽ പരലോക വിജയം. രണ്ടായാലും ഞങ്ങൾക്ക് തന്നെയാണ് മെച്ചമുള്ളത് എന്നവരെ ബോധ്യപ്പെടുത്തണം. എന്നാൽ നിങ്ങളുടെ കാര്യമോ? വനഹനു, ഞങ്ങൾ നതറബ്ബസു ബിക്കും, നിങ്ങളുടെ കാര്യത്തിൽ കാത്തിരിക്കുന്നത് അൻ യുസീബക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ മുസീബത്ത് ഏൽപ്പിക്കും, ദുരന്തമേൽപ്പിക്കും, ആപത്തിൽ അകപ്പെടുത്തും എന്നുള്ളതിനെയാണ്. ബിഅദാബി മിൻ ഇൻദി, ഒന്നുകിൽ അവനിൽ നിന്നുള്ള ശിക്ഷ കൊണ്ട്. എന്താ അവനിൽ നിന്നുള്ള ശിക്ഷ? അത് പ്രകൃതി ദുരന്തമാകാം, ചിലപ്പോൾ ഒരു ഭൂകമ്പമാകും. മുൻഗാമികളൊക്കെ അങ്ങനെ. ചിലപ്പോൾ ഒരു വെള്ളപ്പൊക്കമായിരിക്കും, ചിലപ്പോൾ ഒരു വരൾച്ചയായിരിക്കും, അതും അല്ലെങ്കിൽ രോഗമായിരിക്കും, ആൾനാശമായിരിക്കും. ഇങ്ങനെയൊക്കെ അള്ളാഹു അവനിൽ നിന്നുള്ള ശിക്ഷ, ഭൂകമ്പത്തിലൂടെ, വെള്ളപ്പൊക്കത്തിലൂടെ, മറ്റു പ്രകൃതി ദുരന്തങ്ങളിലൂടെ ഒക്കെ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും എന്നതാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്, ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഔ അല്ലെങ്കിൽ ബി ഐദീന, ഞങ്ങളിലൂടെ നിങ്ങളെ ശിക്ഷിക്കും. അഥവാ ഞങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ അന്തകന്മാർ. ഞങ്ങളും നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഏറ്റുമുട്ടും, നിങ്ങൾ തകരും, നിങ്ങൾ നശിക്കും. ഞങ്ങളുടെ കൈകളിലൂടെ എന്ന് പറഞ്ഞാൽ കാര്യം നമുക്ക് മനസ്സിലാകുമല്ലോ. നിങ്ങളെ അള്ളാഹു മുസീബത്തിൽ അകപ്പെടുത്തും എന്നതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. എന്നാൽ ഞങ്ങളെ കാര്യത്തിലോ? ഞങ്ങളെല്ലാം അള്ളാഹിനെ ഏൽപ്പിച്ചവരാ. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാല്ല. ഏറി വന്നാൽ എന്താ അവിടെ സംഭവിക്കുക? എന്നാൽ മരിക്കും. അതല്ലെങ്കിലും മരിക്കൂലേ? അതല്ലെങ്കിലും മരിക്കുമല്ലോ. മരിക്കുന്നത് ആത്മവിശ്വാസത്തോടുകൂടി, വിശ്വാസത്തിൻ്റെ കരുത്തോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിലായാലും ഏതായാലും മരിക്കണം. അപ്പോൾ ദുനിയാവിൽ പരാജയപ്പെടുക, മരണപ്പെടുക, കൊല്ലപ്പെടുക, അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തുള്ള ഒരു വിഷയമല്ല. ഒന്നുകിൽ ദുനിയാവിൽ ഞങ്ങൾ ജയിക്കും, അതും ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും വിജയം. അല്ലെങ്കിൽ ഞങ്ങൾ ദുനിയാവിൽ പരാജയപ്പെടും, അതും ഞങ്ങൾക്ക് പരലോകത്ത് വിജയം. യഥാർത്ഥത്തിൽ ഞങ്ങൾ പരാജയപ്പെടുന്നവരല്ല എന്നവരെ ബോധ്യപ്പെടുത്തുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല.
ഒന്നുകിൽ അള്ളാഹ് നിങ്ങളെ ശിക്ഷിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകളിലൂടെ നിങ്ങളെ ശിക്ഷിക്കും. അതുകൊണ്ട് ഫതറബ്ബസു, കാത്തിരുന്നു കൊള്ളൂ, പ്രതീക്ഷിച്ചിരുന്നു കൊള്ളുക. ഇന്നാ മഅക്കും, ഞങ്ങളുമുണ്ട് നിങ്ങളുടെ കൂടെ, മുതറബ്ബിസൂൻ, കാത്തിരിക്കുന്നവരായിട്ട്, പ്രതീക്ഷിക്കുന്നവരായിട്ട് എന്നുള്ള അർത്ഥം പറയാം. നബി അങ്ങ് ചോദിക്കുക, ഹൽ തറബ്ബസൂന ബിഹ, എന്താണ് നിങ്ങൾ ഞങ്ങളുടെ വിഷയത്തിൽ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ളത്, പ്രതീക്ഷിക്കാനുള്ളത്? ഇല്ല ഇഹ്ദൽ ഹുസ്നയൈൻ, രണ്ടാലൊരു നന്മയല്ലാതെ എന്താണ് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്നത്? വനഹ്നു, ഞങ്ങളാകട്ടെ, നതറബ്ബസു ബിക്കും, നിങ്ങളുടെ കാര്യത്തിൽ കാത്തിരിക്കുന്നു. തറബ്ബുസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വാക്ക് തറബ്ബുസ് അർബഅതു അശ്ഹുരിൻ വഅശ്റ, ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാർ 4 മാസവും 10 ദിവസവും കാത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. തറബ്ബുസ് എന്നതാണ്. നതറബ്ബസു ബിക്കും, ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കാത്തിരിക്കുന്നു. അൻ യുസീബക്കുമുള്ള, അള്ളാഹു നിങ്ങളെ ബാധിപ്പിക്കുമെന്ന്, അള്ളാഹു നിങ്ങളെ പിടികൂടുമെന്ന്. ബി അദാബി മിൻ ഇൻദിഹി, അവൻ്റെ പക്കൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ കൊണ്ട്. ഔ, അല്ലെങ്കിൽ ബി ഐദീന, ഞങ്ങളുടെ കൈകളെ കൊണ്ട് നിങ്ങളെ അള്ളാഹു ശിക്ഷിക്കും എന്നതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. വളരെ ആത്മവിശ്വാസമുള്ളൊരു വർത്തമാനം അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. ഫതറബ്ബസൂ, ആയതിനാൽ നിങ്ങൾ കാത്തിരിക്കുക. ഇന്നാ മഅക്കും മുതറബ്ബിസൂ, ഞങ്ങളും നിങ്ങളുടെ കൂടെ കാത്തിരിക്കുന്നവരാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ ഉന്നമനത്തിന്, വിജയത്തിന് വേണ്ടി എല്ലാവിധ ത്യാഗങ്ങളും അധ്വാനങ്ങളും അനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മോമിനുകൾ ഞങ്ങൾക്ക് അനുഗ്രഹിക്കുമാറാണ്. മനസ്സിൽ കാപട്യം എന്ന രോഗം വന്നിട്ട് അത് പിടികൂടിയിട്ട് ദീനിൻ്റെ മാർഗത്തിലുള്ള മുന്നേറ്റത്തിൽ നിന്ന് മാറി നിൽക്കുന്ന രോഗികൾ, മനോരോഗികളാണ്. കാപട്യം എന്ന് പറഞ്ഞ രോഗമാണ്, മനസ്സിൻ്റെ രോഗം. അതിന് അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുന്നതാണ്. ഖുശൂഉ നിഫാഖ് എന്ന് പറയുന്ന രോഗം ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞു. കപടഭക്തി എന്ന രോഗം. എങ്ങനെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴും ദുആ ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ നല്ല ഭക്തനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു കപടഭക്തി, ഉള്ളൊരു ഭക്തിയില്ല. അത്തരത്തിലുള്ള രോഗങ്ങളിൽ അല്ലാഹു തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവും. ആത്മാർത്ഥതയുള്ള മുഅ്മിനീങ്ങളിലും മുസ്ലിമീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നാഥ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തുമാറാണ് ആകണം. ഞങ്ങളുടെ കുട്ടികൾക്ക് നീ സന്മാർഗം നൽകണം. ഞങ്ങളെ കുട്ടികളെ ദീനീ കാര്യത്തിൽ ചിട്ടയുള്ള ആരാധനാ കർമ്മങ്ങളിലൊക്കെ വ്യവസ്ഥയും സമയബോധവും ഒക്കെയുള്ള ഭാഗ്യവാന്മാരായി ഞങ്ങളെ കുട്ടികളെ നീ വളർത്തുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.